അമ്മ ഇതേ ആപ്പിൾ എന്റെ പൊന്നമ്മേ, എന്റെ ഫോണിനകത്ത് അലാറം വെച്ച് കഴിഞ്ഞാൽ വാച്ചിനകത്ത് അടിക്കും, ടാബിനകത്ത് അടിക്കും, ഇയർഫോണിനകത്ത് അടിക്കും, എന്തിനേറെ പറയുന്നു മാക്കിനകത്ത് വരെ പടപടാന്നടിക്കും. എക്കോ സിസ്റ്റം, അവന്റെ ഒരു എക്കോ സിസ്റ്റം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കൊലവിളിയാണ്. വാട്ട് മദർ, ഇത് വെച്ച് കഴിഞ്ഞാൽ നോയിസ് കേൾക്കത്തില്ലെന്ന് അറിയത്തില്ലേ? എന്താടാ എയർപോർട്ടൊക്കെ കയ്യിലുണ്ടായതില്ലേ? നമുക്കൂടെ കുറച്ച് ദിവസത്തേക്ക് താഴെ. എന്റെ പൊന്നു ബാബുസ്വാമി, ഈ സാമാനം കണ്ടോ? ഇത് ആൻഡ്രോയിഡുകാർ യൂസ് ചെയ്ത ഇതിനകത്തുള്ള പകുതി ഫീച്ചേഴ്സ് പോലും വർക്ക് ആവാൻ പോകുന്നില്ല. അതെന്താ അങ്ങനെ? ഞങ്ങളുടെ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് ആപ്പിൾ കമ്പനി അങ്ങനെ ഉണ്ടാക്കിയത്, സ്പെഷ്യലി മെയ്ഡ് ഫോർ ആപ്പിൾ. അല്ലാതെ മനഃപൂർവ്വം കൊടുക്കാത്തൊന്നും അല്ലല്ലേ? സി മിസ്റ്റർ, ഞങ്ങളുടെ ഐഡന്റിറ്റി പറയുന്നത് തന്നെ ഈ യുണീക്ക് എക്കോ സിസ്റ്റം ആണ്. അത് നമ്മൾ അങ്ങനെ ആർക്കും കൊടുക്കാൻ ശ്രമിക്കാറില്ല. യു അണ്ടർസ്റ്റാൻഡ്? അങ്ങനെയാണെങ്കിൽ വാച്ച് ഞാൻ എടുക്കും. അടുക്കള വഴിക്ക് നൈസായിട്ട് കയറി, അതല്ലേ ശീലം. വാച്ചിന്റെ കാര്യം അങ്ങനെ? വാച്ച് ഞാൻ നിനക്ക് തന്നു, ഒന്ന് വെക്ക്. ആൻഡ്രോയിഡ് യൂസറായി നീ ഏത് ആപ്ലിക്കേഷൻ വെച്ച് ഈ വാച്ച് നിന്റെ ആൻഡ്രോയിഡ് ഫോണോട്ട് കണക്ട് ചെയ്യും? അത് എനിക്ക് സമയം മാത്രം നോക്കിയാൽ മതി, കണക്ട് ചെയ്യണമെന്നില്ല. ഒരു ചോറിനകത്ത് ഇടുന്ന കാര്യമല്ല. ഒരു 19,000 വാച്ച് മേടിച്ചിട്ട് ഇങ്ങനാണോ അതിനോട് പെരുമാറുന്നേ? കുറച്ച് ബഹുമാനം കാണിച്ചൂടെ? പറയൂ. നീ എക്കോ സിസ്റ്റം വെച്ചിട്ടല്ലേ കളിക്കുന്നത്? നമുക്കും ഒരു നാൾ ആൻഡ്രോയിഡ് വരും കേട്ടോ. എന്റെ മൗസ് എവിടെ? അമ്മോ നീ വന്നേ. എന്റെ മാജിക് മൗസ് ഉണ്ടോ? എനിക്കൊന്നും അറിയത്തില്ലേ, ഞാൻ അവിടെ വെച്ചായിരുന്നു. എനിക്കറിയത്തില്ല. നല്ല സുഖം. ഇത് ചൊറിയാൻ നല്ലതാ, ചെറുതായിട്ട് അഴുക്കായെന്നേ ഉള്ളൂ. നമുക്ക് വല്ലാത്ത ചൊറിച്ചിലായില്ലയോ? ചെറുതായിട്ട്. അരെ യാർ, രണ്ടുപേരും ഇങ്ങോട്ട് നോക്കൂ. iPhone 17 Pro Max 1.5 ലക്ഷം രൂപ വിലയുണ്ട്. അതിപ്പം 250 രൂപ കൊടുത്തു കഴിഞ്ഞാൽ പൗച്ച് കിട്ടും. അത് മേടിച്ചിട്ട് കഴിഞ്ഞാൽ ഏതും 17 Pro Max ആവും. ഞാനിപ്പോ എന്തേ ഈ മാക്കിനകത്തിരുന്ന് മാക്ക് എന്ന് പറഞ്ഞ് എന്തോ എഡിറ്റ് ചെയ്യുക, വീഡിയോ എഡിറ്റ് ചെയ്ത് വെച്ചോ. അപ്പൊ എനിക്ക് പെട്ടെന്ന് ബോറടിച്ചു, ഒരു റീല് കാണാൻ ഒരു ആഗ്രഹം. അപ്പൊ എന്തേ ഈ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ റീൽ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്റെ ഈ ഫോൺ എയർപോർട്ടോട്ട് കണക്ട് ആയി. വാവ്, വിത്തിൻ സെക്കൻഡ്സ് പിടിച്ച്. അപ്പൊ എനിക്ക് വീണ്ടും ഒരു ആഗ്രഹം, ഈ മാക്കിനകത്ത് ചുമ്മാ ചൊറിയണമെന്ന്. ഓണാക്കുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി വിത്തിൻ സെക്കൻഡ്സ് ഇതും കണക്ട് ആയി. വാവ്, ഇത് കണ്ടോ മാജിക് മൗസ്. ഇതിന് ബട്ടൺ ഒന്നും ഇല്ലല്ലോ. എടോ, ഇതിന് ബട്ടൺ ഒന്നും ഇല്ല, ഫുള്ള് ടച്ച്. എടോ നോക്കി, കണ്ടാ? 10,000 രൂപ. 10,000 രൂപ ഈ മാജിക് മൗസ് എന്നൊക്കെ പറയുന്നത്? അല്ലേ, ഒരു കാര്യം പറഞ്ഞോ, എയർ ഡ്രോപ്പ് ഇനി ആൻഡ്രോയിഡിലുണ്ട്. ആൻഡ്രോയിഡ് ടു ഐഫോൺ, ഐഫോൺ ടു ആൻഡ്രോയിഡ്. ഈ സെക്കൻഡുകൾക്കുള്ളിൽ എല്ലാം സെൻഡ് ചെയ്യാം. ഈ ഫീച്ചർ മിക്കവാറും ആപ്പിൾ നൽകാൻ സാധ്യതയില്ല. ഞാൻ ഒരു മെയിലും കൂടെ സെൻഡ് ചെയ്യട്ടെ. അതെന്തിനാ? ഈ ഫീച്ചർ ഒരിക്കലും ആൻഡ്രോയിഡ് കൊണ്ട് വരാൻ പാടില്ല. വെറുതെ അല്ല നാട് തന്നാ, കുറെ എണ്ണം ഉണ്ടല്ലോ. ഐപാഡ് ഇതെവിടെ പോയി? അമ്മേ, എന്റെ ഐപാഡ് ഉണ്ടായിരുന്നോ? ഇല്ല. എന്തിനാണോ നിനക്ക് ഇപ്പൊ പാട്? അമ്മ, എനിക്കൊരു വീഡിയോ എഡിറ്റ് ചെയ്യണ്ടായിരുന്നു. വീഡിയോ എഡിറ്റ് മിനിയൊന്നും അല്ല, മാക് മിനി. പിന്നെ നീ വേറെ ഏതാണ്ട് മേടിച്ചല്ലേ, മാക്രി ബുക്കോ ഏതാണ്ട്? മാക്രി ബുക്ക് അല്ല, മാക് ബുക്ക്. തന്നയുടെ പൈസ കളയാനായിട്ട് കുറെ സാമാനം ഇങ്ങനെ മേടിച്ചു വെച്ചിട്ടില്ലയോ? അതിനെന്താണ് ചെയ്തുകൂടായോ? അമ്മ, സിസ്റ്റത്തിലൊക്കെ എഡിറ്റ് ചെയ്ത് മടുക്കുമ്പോ നമുക്ക് ഈ ഐപാഡിനകത്ത് ചെയ്യാം. എക്കോ സിസ്റ്റം. അതൊന്നും എനിക്കറിയത്തില്ല. എനിക്കിപ്പോ സവാള എരിയണം. എന്തോ കട്ടിമ്പാട്? നീ എനിക്ക് മേടിച്ചെന്ന കട്ടിമ്പാടാടാ. ഇതാണ് ഐപാഡ്. ഇത് വെച്ചിട്ടാണ് ഇത്ര നേരം കട്ടിക്കൊണ്ടിരുന്നേ. അയ്യോ, 4 സവാള അരിഞ്ഞുള്ളൂ. അപ്ഡേഷൻ ചെയ്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ട്രാൻസ്പെറൻസ്. നീ പറഞ്ഞ പോലെ ഞാൻ മാക് മിനി എടുത്തടാ. 50,000 രൂപ ഉള്ളു, വറുത്താടാ. അളിയാ, ഇത് നിന്റെ ഉണ്ടെങ്കിൽ അത്യാവശ്യം എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ നിനക്ക് നല്ല പവർഫുൾ ആയിട്ട് ചെയ്യാം. ശരിയാടാ, വിൻഡോസ് എങ്ങാനും എടുത്താണെങ്കിൽ 1 ലക്ഷം രൂപയോളം ആയേന്. ഇതാവുമ്പോ 50,000 രൂപ. എടാ, ഇനി ഇതിനകത്ത് എന്തൊക്കെയാ വേണ്ടത്? അളിയാ, ഇതിപ്പം 256 ഉള്ളൂ സ്റ്റോറേജ്.
പെട്ടെന്ന് ഫുൾ ആവും. അതുകൊണ്ട് ഇതിനൊരു അഡാപ്റ്റർ മേടിക്കണം, ഒരു 10,000 രൂപ. പിന്നെ ഒരു NVMe വാങ്ങണം, അത് ഒരു 5,000 രൂപ. പിന്നെ ഇതിന്റെ മൗസ് അറിയാമല്ലോ, 10,000 രൂപ. പിന്നെ കീബോർഡ്, അതും 10,000 രൂപ. പിന്നെ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഒരു മാക്കിന് കമ്പാക്റ്റബിൾ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ വേണമല്ലോ, ബെനിക്യൂന്റെ ഡിസ്പ്ലേ വേണം. അതിനൊരു 40-45,000 രൂപയാവും. അല്ല പറഞ്ഞു വന്നപ്പോ ഒരു 1.5 ലക്ഷം രൂപയോളം ആയില്ലേ? അല്ലെ ഈ എഡിറ്റേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, ആപ്പിളിനകത്തല്ലേ എഡിറ്റ് ചെയ്യുന്നേ. എഡിറ്റ് ചെയ്യുമ്പോൾ ഒരു ഫ്ലോ ഉണ്ടല്ലോ, അത് നിനക്ക് മനസ്സിലാവൂ. എന്തോ എഡിറ്റ് ചെയ്ത് വരുമ്പോ അതിനകത്ത് ആപ്പിൾ നീതി കാണിക്കും. ബ്രോ, യു ആർ നൗ ആൻ ആപ്പിൾ യൂസർ. ഒരിക്കലും ഒരു ആപ്പിൾ യൂസർ മറ്റൊരു ആപ്പിൾ യൂസറിനെ കുറ്റം പറയാറില്ല. പിന്നെ ഒരു പ്രധാന കാരണം, സോഫ്റ്റ്വെയർ ഒക്കെ ഒറിജിനൽ തന്നെ വാങ്ങേണ്ടി വരും കേട്ടോ, ക്രാക്കഡ് കിട്ടാൻ പാടാ. അളിയാ നീ പറഞ്ഞ പോലെ മാക്ബുക്ക് എടുത്ത് അന്യായ ബാറ്ററി ബാക്കപ്പ് കേട്ടോ, ഞാൻ പൊളിക്കും. അളിയാ ഇതിനകത്ത് 2 C പോർട്ടേ ഉള്ളല്ലോ, അപ്പൊ പെൻഡ്രൈവ് എവിടെ കൊടുക്കുന്നത്? അല്ലെങ്കിൽ ഇതിനകത്ത് പെൻഡ്രൈവ് കണക്ട് ചെയ്യണമെങ്കിൽ ഒരു അഡാപ്റ്റർ വാങ്ങണം. ദേ ഒരു 3,000 രൂപ ആകത്തുള്ളൂ. പിന്നെ ഈ ട്രാക്ക് പാഡ് ഉണ്ടോ, ഇത് ചിലപ്പോൾ പോരാന്ന് തോന്നുവാണെങ്കിൽ ഒരു മൗസ് മേടിക്കാം, മാജിക് മൗസ്. അതിന് 10 രൂപ ആകത്തുള്ളൂ. പിന്നെ ഈ ഡിസ്പ്ലേ ചെറുതല്ലയോ, പുതിയത് മേടിക്കണമെങ്കിൽ ഒരു 45,000 രൂപ. അളിയാ നമുക്ക് തുറന്നിട്ട് സ്പേസ് കൂട്ടിയാലോ? ആപ്പിൾ ഡോണ്ട് അലോ ദാറ്റ്. സ്പേസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്യണം. അപ്പോൾ അതിന് അഡാപ്റ്ററിന് 10, പിന്നെ ഒരു 5-15 രൂപ. എങ്ങനെ ഒറിജിനൽ സോഫ്റ്റ്വെയർ മേടിക്കണ്ടായോ? അയ്യോ അതേ മറന്നുപോയി, അവന് കാര്യം മനസ്സിലായി. അവന്റെ കൂടെ പൊക്കോ, രണ്ടുപേരും ഒരുമിച്ച് വാങ്ങാം കേട്ടോ. പിന്നെ ആപ്പിളിലെ സ്റ്റിക്കർ കിട്ടി. ജന്മ സുഹൃത ചെയ്തനാട്ടോ നീ. എല്ലാവർക്കും കിട്ടുന്നതല്ല, നിനക്ക് കിട്ടിയല്ലേ കാര്യം. അമ്മേ ഒന്ന് കഴിക്കാൻ തോ. പൂരി പൂരി പൂരിയോ? എന്നും ചപ്പാത്തി ആയിരുന്നു, എന്നും പൂരി. മോനെ അതിന്റെ ഒരു അച്ച കിട്ടിയടാ. ഇത് അച്ചോ? എവിടെ നിന്ന്? ഓ കറക്റ്റ് ഷേപ്പിലാ വരുന്നത്. പൂരിയുടെ മാവ് അങ്ങോട്ട് വെക്കുക, അതിന്റെ പുറത്തോട്ട് ചെന്റെ ചന്തി അങ്ങോട്ട് വെക്കുക, ഒരു ഞെക്ക് ഞെക്കുക, കറക്റ്റ് റൗണ്ടിൽ ഇത് കിട്ടി വരും. കീബോർഡ് എന്താ വർക്കാവാത്ത? ഡിസ്പ്ലേക്ക് എന്താ പറ്റി? ചേട്ടാ വെൽക്കം സാർ, ഐസ്കോർ കെയറിലേക്ക് സ്വാഗതം. ഓ വെൽക്കം ചേട്ടാ. പിന്നെ ഈ മൗസിന് ഒരു ടച്ച് കംപ്ലൈന്റ് നമുക്ക് ശരിയാക്കാം. ഈ മാക് മിനിയുടെ ഈ പോർട്ടിന് ചെറിയ കംപ്ലൈന്റ് ഉണ്ട്, അത് നമുക്ക് ശരിയാക്കാം. ഈ ഐപോഡിന്റെ ഈ നമ്മുടെ ഈ സ്ക്രീനിന് കംപ്ലൈന്റ്. സ്ക്രീന് കംപ്ലൈന്റിലാണ്, നമുക്കത് ശരിയാക്കാം. സാർ പിന്നെ ഒരു ഡൗട്ട്, ഇതിന്റെയൊക്കെ വാറണ്ടി കഴിഞ്ഞായിരുന്നു? വാറണ്ടി കഴിഞ്ഞായിരുന്നു. വാറണ്ടി കഴിഞ്ഞായിരുന്നു, ഓക്കെ ഓക്കെ, കുഴപ്പമില്ല സാർ, നമുക്കിത് ശരിയാക്കി തരാം, കുഴപ്പമില്ല. സാർ ഇതാണ് ഇൻവോയ്സ്, ബില്ലാണ്. 1.5 ലക്ഷം രൂപയോ? ആപ്പിൾ പ്രോഡക്റ്റ് അല്ലേ സാറ്, അപ്പൊ അത്രയൊക്കെ ആവത്തുള്ളൂ. മിനിമം തുക ഇട്ടിട്ടുള്ളൂ നമ്മള്. കീബോർഡിന്റെ ഒരു കീ മാത്രമേ പോയിട്ടുള്ളായിരുന്നു. അയ്യോ സാർ, അത് ഒറ്റയ്ക്ക് മാറത്തില്ല, ആ കീബോർഡ് മൊത്തത്തിൽ നമ്മൾ ചേഞ്ച് ചെയ്യും. അല്ല ഈ ഡിസ്പ്ലേ മാത്രം മാറിയാൽ അയ്യോ ഡിസ്പ്ലേ മാത്രമല്ല, ഡിസ്പ്ലേയുടെ പാനലും ബോർഡും മാറ്റിയത് വർക്ക് ആവത്തില്ല, അതുകൊണ്ട് മൊത്തത്തിൽ മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ പോർട്ട് മാത്രം മാറിയാൽ മതി. പോർട്ട് മാത്രമായിട്ട് പറ്റത്തില്ല സാറേ, പോർട്ടും അതിന്റെ ഐഡിയും ബോർഡും എല്ലാം കൂടെ ചേഞ്ച് ആക്കിയേ. നമ്മളെ പ്രോഡക്റ്റ് ഒക്കെ അങ്ങനെയൊക്കെ മാറത്തുള്ളൂ സാറേ. അല്ല ഞാൻ ആപ്പിളിന്റെ പ്രോഡക്റ്റ് മുഴുവൻ മേടിച്ചു. സിസ്റ്റം സംഭവം ഉണ്ടല്ലോ, വെറുത്ത് ഞാൻ വെറുത്ത്